പണ്ട് ഏകദിനത്തിൽ ഒരു താരം ഡബിൾ സെഞ്ചുറി അടിക്കുമെന്ന് പറയുമ്പോൾ അത് ആർക്കും തന്നെ സ്വപ്നം പോലും കാണാൻ സാധിക്കില്ലായിരുന്നു. അത്രയും വലിയ റൺസ് ആയിരുന്നു അത്. അന്നൊക്കെ ഒരു ടീം 200+ മുകളിൽ മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോഴാണ് ഒരു താരം ഒറ്റയ്ക്ക് ഡബിൾ സെഞ്ചുറി നേടുന്നത്. ഒരിക്കലും നടക്കാത്ത കാര്യമെന്ന് ആരാധകരും വിധിയെഴുതി. എന്നാൽ ഡബിൾ സെഞ്ചുറി എന്ന സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് സച്ചിനായിരുന്നു. ആദ്യത്തെ ഡബിൾ സെഞ്ചുറി നേടിത്തന്ന് സച്ചിൻ ആ വഴി തുറന്നിട്ടു. സച്ചിൻ ഒരു ഇതിഹാസമായതുകൊണ്ടാണ് ഡബിൾ സെഞ്ചുറി നേടിയത്. സാധാരണ താരങ്ങൾക്ക് അത് നേടാൻ സാധിക്കില്ലെന്ന് ആരാധകർ പറഞ്ഞു. ഈ സമയത്താണ് രോഹിത് ശർമ്മ 3 ഡബിൾ സെഞ്ചുറി നേടി എല്ലാവരെയും ഞെട്ടിപ്പിച്ചത്. അതിനുശേഷമാണ് താരങ്ങൾ ഡബിൾ സെഞ്ചുറി അടിക്കാൻ തുടങ്ങിയത്. ഇപ്പോഴിതാ ഇന്നത്തെ മാച്ചിലും ഒരു ഡബിൾ സെഞ്ചുറി പിറന്നിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. പണ്ട് സേവാഗ് ടെസ്റ്റ് ക്രിക്കറ്റിൽ 319 റൺസ് എടുത്തിട്ടുണ്ട്. ആ റെക്കോർഡ് ആരെങ്കിലും വെട്ടിച്ചാൽ അവർക്ക് ഫെരാരി സമ്മാനമായി നൽകാമെന്ന് സേവാഗ് പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ സേവാഗിന്റെ മകൻ ഡബിൾ സെഞ്ചുറി അടിച്ചിരിക്കുകയാണ്. 309 പന്തിൽ നിന്ന് 51 ഫോറും 3 സിക്സും സഹിതം 297 റൺസാണ് സേവാഗിന്റെ മകൻ ഇന്ന് നേടിയത്. സേവാഗിന്റെ മകൻ ആര്യവീറാണ് ഇപ്പോൾ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ബീഹാർ ട്രോഫിയിൽ മേഘാലയക്കെതിരെയാണ് താരം ഇത്രയും അധികം റൺസ് നേടിയിരിക്കുന്നത്. ഇതിനുശേഷം സേവാഗ് കുറിച്ച ട്വീറ്റ് ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആയിരിക്കുകയാണ്. ഫെരാരി മിസ്സായെന്നാണ് സേവാഗ് പറഞ്ഞത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.